സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കെ സുധാകരൻ എഴുതിയ നോവൽ ഭ്രമം തുടരുന്നു. നീ നീ എങ്ങനെ എൻ്റെ വീട് കണ്ടുപിടിച്ചു? ആശ്ചര്യത്തോടെ അശ്വതി ചോദിച്ചു. അത് വളരെ അത്ഭുതകരമായൊരു സംഭവമാണ്. ഇന്നലെ നിൻ്റെ മമ്മിയെ ഞാൻ വളരെ ആക്സിഡൻ്റലായി കണ്ടു. മമ്മി അറിയാതെ ഫോളോ ചെയ്തു വന്നാണ് വീട് കണ്ടുപിടിച്ചത്. വിശ്വസിക്കാനാവാതെ അവൾ സുമേഷിൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നു. നിന്റെ മമ്മിയുണ്ടോ വീട്ടിൽ? പെട്ടെന്ന് അവൻ ചോദിച്ചു. ഉണ്ട്, നീ ഇപ്പോൾ പോ, അതാണ് നല്ലത്. ഞാൻ നിന്നെ കോണ്ടാക്ട് ചെയ്തോളാം. നമ്പർ താ, അവൾ പറഞ്ഞു. അതിലും നല്ലത് നിന്റെ നമ്പർ തരുന്നതാ. ഞാനിതിൽ സേവ് ചെയ്തോളാം. അവൻ പോക്കറ്റിൽ നിന്ന് മൊബൈൽ എടുത്തു. അശ്വതി അവളുടെ പുതിയ മൊബൈൽ നമ്പർ പറഞ്ഞു കൊടുത്തു. സുമേഷ് അത് അവൻ്റെ കോണ്ടാക്റ്റ് ലിസ്റ്റിൽ സേവ് ചെയ്തു. നീ ഇപ്പോൾ എവിടെയാണ്? അവൾ തിടുക്കത്തിൽ ചോദിച്ചു. ഞാൻ ടൗണിലുണ്ട്. ഇനി ഇവിടെ തന്നെ കാണും. എന്നാൽ നീ വേഗം പോ, മമ്മിയുടെ കണ്ണിൽ പെടണ്ട. സൗകര്യം കിട്ടുമ്പോൾ എന്നെ വിളിക്ക്, അവൾ പറഞ്ഞു. ഞാൻ വിളിക്കാം. അവൾ അവൻ്റെ കൈ വിട്ടു. അവൻ ധൃതിയിൽ അവിടെ നിന്ന് നടന്നുപോയി. ഈശ്വര, അവൻ വീട് കണ്ടുപിടിച്ച് വന്നിരിക്കുന്നു. അല്ലെങ്കിൽ തന്നെ അവൻ്റെ സ്നേഹത്തിൻ്റെ തീവ്രത മുമ്പും അറിഞ്ഞിട്ടുള്ളതാണല്ലോ. നീ എവിടെയായിരുന്നു? അവൾ ചെന്നപ്പോൾ കുസുമൻ ചോദിച്ചു. ഞാൻ വെളിയിൽ നിൽക്കുകയായിരുന്നു മമ്മി. എന്നാണ് നിന്റെ റിസൾട്ട് അറിയുന്നേ? മമ്മി ഇന്നത്തെ പത്രം നോക്കിയില്ലേ? ഇല്ല, പത്രത്തിലുണ്ട് CBSE ഹയർ സെക്കൻഡറി എക്സാമിൻ്റെ റിസൾട്ട് 9-ാം തീയതി പബ്ലിഷ് ചെയ്യുമെന്ന്. കുസുമം അവളെ ഒന്ന് നോക്കി. ഇന്ന് 7-ാം തീയതി അല്ലേ? അതെ. അപ്പോൾ മറ്റന്നാൾ നിന്റെ റിസൾട്ട് അറിയും. എന്നിട്ടാണോ നീ ഇങ്ങനെ കൂളായിട്ട് നടക്കുന്നേ? നിനക്കൊരു ടെൻഷനും ഇല്ലേ പെണ്ണേ? കുസുമം ആശ്ചര്യത്തോടെ അവളെ നോക്കി. ഞാൻ എന്തിന് ടെൻഷൻ അടിക്കണം? വെപ്രാളപ്പെട്ട് നടന്നാൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അപ്പോൾ നീ ഉറപ്പിച്ചു കഴിഞ്ഞു പാസ്സാകത്തില്ലെന്ന്. പരിഹാസത്തോടെ കുസുമം അവളെയൊന്ന് നോക്കി. റിസൾട്ട് വരട്ടെ, അപ്പോൾ നമുക്കറിയാമല്ലോ ഫെയിൽഡ് ആണോ അതോ പാസ് മാർക്ക് കിട്ടിയോന്ന്. ശാന്തമായ സ്വരത്തിൽ അവൾ പറഞ്ഞു. പഠിക്കാൻ വേണ്ടിയാണ് നിന്നെ അവിടെ കോൺവെൻറ്റ് സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തത്. പക്ഷെ നീ പഠിച്ചത് വേറെ ചിലതല്ലേ? പെട്ടെന്ന് അശ്വതിയുടെ മുഖത്ത് ഗൗരവം വന്ന് നിറഞ്ഞു. അമ്മേ, ഇനി ആ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യില്ലെന്ന് എനിക്ക് പ്രോമിസ് ചെയ്തിട്ടുള്ളതാ. ഇനി അതേക്കുറിച്ച് സംസാരിച്ചാൽ ഞാൻ പിന്നെ ഈ വീട്ടിൽ കാണത്തില്ല, അവൾ പറഞ്ഞു. കുസുമത്തിന് ചെറിയ ഭയം തോന്നി. ഇപ്പോഴത്തെ കുട്ടികൾ എന്ത് ചെയ്യാനും മടിക്കാത്തവരാണ്. നിസ്സാര കാരണത്തിന് വീട് വിട്ടുപോയ പെൺകുട്ടികളെക്കുറിച്ച് പത്രത്തിലും TV-യിലുമൊക്കെ എത്രയോ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആത്മഹത്യ ചെയ്യാൻ പോലും അവർക്കൊരു പേടിയുമില്ല. നിന്നെ കുറ്റപ്പെടുത്തിയതല്ല മോളെ, അമ്മയുടെ ടെൻഷൻ കൊണ്ട് പറഞ്ഞു പോയതാ. നല്ല മാർക്ക് മേടിച്ച് ജയിച്ചാലല്ലേ നിനക്ക് ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടൂ. ഡിഗ്രി പാസ്സായില്ലെങ്കിൽ എന്നെ കല്യാണം കഴിക്കാൻ ആൺപിള്ളേരാരും വരില്ലെന്നാണോ മമ്മിയുടെ പേടി? വന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചു പൊക്കോളാം. കുസുമം പിന്നെ ഒരക്ഷരം മിണ്ടിയില്ല. അശ്വതി മുകൾ നിലയിലുള്ള അവളുടെ മുറിയിലേക്ക് ചെന്ന് വാതിലടച്ചു. സുമേഷിനെ കണ്ടപ്പോഴാണ് മമ്മിയും ഡാഡിയും കൂടി ചെയ്ത ദ്രോഹങ്ങളെക്കുറിച്ച് അവൾക്ക് വീണ്ടും ഓർമ്മ വന്നത്. അവർ പാഞ്ഞെത്തുകയായിരുന്നു. സുമേഷിൻ്റെ മാമനെ ചെന്ന് കണ്ട് പരാതി പറഞ്ഞപ്പോൾ അയാൾ അവനെ തല്ലിച്ചതച്ചു. അവൻ നാടുവിടുകയും ചെയ്തു. ഹോസ്റ്റലിൽ അവൾക്ക് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. വിസിറ്റേഴ്സിനെ അനുവദിക്കുകയില്ല. പുറത്തു പോകുമ്പോൾ അകമ്പടിക്ക് 2 പെൺകുട്ടികൾ. ഏറ്റവും വലിയ ക്രൂരത അവളുടെ മൊബൈൽ ഫോൺ ബലമായി പിടിച്ചു വാങ്ങിക്കൊണ്ടുപോയതാണ്. കോഴ്സ് കഴിഞ്ഞ് തിരിച്ചെത്തിയ ശേഷം പുതിയ സെറ്റ് വാങ്ങിത്തന്നു, പുതിയ സിം കാർഡ് സഹിതം. അതോടെ പഴയ നമ്പറുകൾ എല്ലാം പോയി. സുമേഷ് എത്ര കഷ്ടപ്പെട്ട് കാണും ഇവിടെ വന്ന് തന്നെ കണ്ടുപിടിക്കാൻ. വേണമെങ്കിൽ അവന് അവൻ്റെ വഴിക്ക് പോകാമായിരുന്നു. പലതും ചിന്തിച്ചുകൊണ്ട് അശ്വതി വെറുതെ കിടന്നു. അപ്പോഴാണ് സുമേഷിൻ്റെ വിളി വന്നത്. അച്ചു, അന്നേരം ഒന്നും സംസാരിക്കാൻ പറ്റിയില്ലല്ലോ, പേടിയായിരുന്നു. നിന്റെ അമ്മ കണ്ടാൽ സകലതും തീർന്നില്ലേ? ഇനി നാട് വിട്ടു പോകാൻ എനിക്ക് വയ്യ. അവൻ്റെ പറച്ചിൽ കേട്ടപ്പോൾ അവൾക്ക് സങ്കടം വന്നു. ഇനി നീ എങ്ങോട്ടും പോകണ്ട. അതിരിക്കട്ടെ, നിന്റെ വിശേഷം പറ, അവൾ ആവശ്യപ്പെട്ടു. ഞാനിവിടെ സീസൺസ് ഷൂസിൽ സെയിൽസ്മാനാണിപ്പോൾ. നിന്റെ മമ്മി ഇന്നലെ ഇവിടെ വന്നു. മമ്മിയെ സൈക്കിളിൽ ഫോളോ ചെയ്താ നിന്റെ വീട് കണ്ടുപിടിച്ചേ. എവിടാ നീ താമസിക്കുന്നേ? പോസ്റ്റ് ഓഫീസിൻ്റെ അടുത്ത ഒരു വീനസ് ലോഡ്ജ് കണ്ടിട്ടുണ്ടോ? അവിടെ ഒരു റൂം ഫ്രണ്ടുമായി ഷെയർ ചെയ്യുവാണ്. എങ്ങനെ നീ ഇവിടെ എത്തിയേ? അവിടുന്ന് നേരെ ചെന്നൈയിലേക്കാണ് വണ്ടി കയറിയേ. എൻ്റെ ഒരു ബന്ധുവിൻ്റെ കൂടെ താമസിച്ചു. ഒരു കടയിൽ ജോലിക്കും കയറി. പക്ഷേ എനിക്കപ്പോഴും നിൻ്റെ ഓർമ്മയായിരുന്നു. കാണാതെ പറ്റില്ലെന്ന് തോന്നിയപ്പം അവിടെ നിന്ന് മുങ്ങി. എന്നിട്ട്
നിന്റെ സ്കൂളിൽ വന്ന് തിരക്കിയപ്പോഴാണ് എക്സാം കഴിഞ്ഞ് നീ നാട്ടിലേക്ക് പോയതറിഞ്ഞത്. അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വണ്ടി കയറി. പക്ഷെ ഇവിടെ വന്ന് നിന്റെ മമ്മിയുടെയും ഡാഡിയുടെയും പേര് പറഞ്ഞിട്ട് ആർക്കും അറിയില്ല. ഇവിടെ വീട് വെച്ചെങ്കിലും നാട്ടുകാരുമായി ഞങ്ങൾക്ക് ഒരു ബന്ധവും ഇല്ലടാ. സാരമില്ല, നമുക്കൊന്ന് കാണാൻ എന്താണ് മാർഗം? അവൾ ചോദിച്ചു. അതേക്കുറിച്ചാണ് ഞാനും ആലോചിക്കുന്നത്. നിന്റെ മമ്മി സകല സമയത്തും വീട്ടിൽ കാണുമോ? വല്ല ഷോപ്പിങ്ങോ മറ്റോ ഉണ്ടെങ്കിലേ പുറത്തു പോകൂ. അന്നേരം എന്നെയും കൂട്ടും. നോക്കട്ടെ, ഇനി പോകുമ്പോൾ ഞാൻ വിളിക്കാം. പക്ഷേ നിനക്ക് ഷോപ്പിൽ നിന്നിറങ്ങാൻ പറ്റുമോ? അവൾ ചോദിച്ചു. അരമണിക്കൂറൊക്കെ ഒപ്പിക്കാം. അരമണിക്കൂറൊന്നും പോരാ എനിക്ക്. പക്ഷേ നിന്റെ മമ്മി പെട്ടെന്ന് തിരിച്ചു വന്നാലോ? അതോടെ എല്ലാം തീരും. അശ്വതി ഉള്ളിൽ സന്തോഷിച്ചു. ഞായറാഴ്ച സുമേഷിന് ചെരുപ്പ് കടയ്ക്കും അവധിയായിരിക്കും. രാവിലെ ഓഫീസിലേക്ക് പോകാൻ പ്രേംശങ്കർ വേഷം ധരിക്കുമ്പോഴാണ് രാധിക ചേച്ചിയുടെ വിളി വന്നത്. ഏക സഹോദരി. നാട്ടിലെ തറവാട്ടിൽ ഇപ്പോൾ ചേച്ചിയാണ് താമസിക്കുന്നത്. അയാൾ കോളെടുത്തു. ചേച്ചി, നീ ബിസിയാണോ? അല്ല ചേച്ചി, കുറേ ദിവസമായി നിന്നെ ഒന്ന് വിളിക്കണമെന്ന് വിചാരിക്കുന്നു. തിരക്കൊഴിയട്ടെ എന്ന് വിചാരിച്ചു. സ്കൂൾ അടച്ചെങ്കിലും എനിക്ക് പേപ്പർ വാല്യൂഷൻ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഇന്നലെയാണ് ഒന്ന് സ്വസ്ഥമായത്. അമ്മ എങ്ങനെയിരിക്കുന്നു? കുഴപ്പമൊന്നുമില്ല, BP കൺട്രോളിലാണ്. എന്നും പറയും നിൻ്റെ കാര്യം. നീ ഇപ്പോൾ തനിച്ചല്ലേ അവിടെ? ഇങ്ങോട്ടൊന്ന് വന്നൂടെ? അഞ്ജലി വന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി വരാനിരിക്കുക ചേച്ചി. മധുവിനെ കാണാൻ അമ്മയ്ക്കും ആഗ്രഹം കാണില്ലേ? അവൾ എന്ന് വരും? 3 ആഴ്ച കൂടി കഴിയണം. അവൾ വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി വരാമല്ലോ. അതിനു മുമ്പ് നീ ഒന്ന് വന്നിട്ട് പോ, രാധിക ചേച്ചി പറഞ്ഞു. ഞാൻ വരാം. നമ്മുടെ ചക്കരച്ചി നിറയെ മാങ്ങ പിടിച്ചിട്ടുണ്ട് ഇത്തവണ. ഭാരം താങ്ങാൻ കഴിയാതെ ഒരു കൊമ്പ് ഒടിഞ്ഞു വീണു. 100ഓളം മാങ്ങയുണ്ടായിരുന്നു. ഞങ്ങളത് ഉപ്പുമാങ്ങ ഭരണിയിലാക്കിയിട്ടുണ്ട്. വീടിൻ്റെ മുമ്പിൽ പടർന്നു പന്തലിച്ച ഒരു ചക്കരമാവുണ്ട്. അതിൻ്റെ തണലിൽ കസേരയിട്ടായിരുന്നു സ്കൂൾ കാലത്തെ പഠനം. എന്നും രാവിലെ ശ്രീകുട്ടി പഴമാങ്ങ പെറുക്കിക്കൊണ്ട് വരും. അപ്പോൾ ഞാൻ നമ്മുടെ കുട്ടിക്കാലം ഓർക്കും. രാധിക ചേച്ചിയുടെ മോൾ ശ്രീകുട്ടി ഇപ്പോൾ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. കുട്ടിക്കാലത്ത് നേരം വെളുത്ത് കണ്ണ് തുറന്നാലുടൻ ചക്കരച്ചിയുടെ ചുവട്ടിലേക്ക് മത്സരിച്ച് ഓടുമായിരുന്നു ചേച്ചിയും ഞാനും. ഏറ്റവും കൂടുതൽ മാങ്ങ കിട്ടുന്നത് ചേച്ചിക്കായിരിക്കും. പാവാടത്തുമ്പ് മടക്കി അതിൽ ശേഖരിക്കും പൊഴിഞ്ഞു വീണ് കിടക്കുന്ന മാമ്പഴം. ഞാൻ വരാൻ ചേച്ചി, അയാൾ സമ്മതിച്ചു. നേരത്തെ പറയണേ, വിനയേട്ടൻ അതനുസരിച്ച് ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്യും. ഞാൻ പറയാം. ജോലി പത്രത്തിലായതുകൊണ്ട് വൈകുന്നേരം പോയാൽ മതി വിനയേട്ടന്. രാവിലെ തിരിച്ചെത്തും. വിനയേട്ടൻ എന്താണ് ഓഫ് എന്നറിഞ്ഞിട്ട് 2 ദിവസത്തെ ലീവ് എടുത്ത് പോകണം, അയാൾ തീരുമാനിച്ചു. റെസ്റ്റോറൻറ്റിൽ ചെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പ്രേംശങ്കർ ഓഫീസിലേക്ക് പോയത്. അല്പനേരം കഴിഞ്ഞപ്പോൾ മരിയ റോസിൻ്റെ വിളി വന്നു. കലിങ്കിൻ്റെയും റോഡിൻ്റെയും പണി പൂർത്തിയായി കഴിഞ്ഞിരുന്നു. അതിൻ്റെ നന്ദി പറയാനായിരിക്കും അവൾ വിളിക്കുന്നതെന്ന് അയാൾക്ക് തോന്നി. ഹലോ, അയാൾ കോളെടുത്തു. ഓഫീസിലാണോ? മരിയ റോസ് ചോദിച്ചു. അതെ. ഇന്ന് വൈകുന്നേരം എന്താണ് പ്രോഗ്രാം? പ്രത്യേകിച്ചൊന്നുമില്ല. ടീച്ചർ കോളേജിലാണോ? ഇപ്പോൾ വെക്കേഷനല്ലേ? ഞാൻ വീട്ടിലാണ് പ്രേം. എനിക്കൊരു പ്രോമിസ് തന്നിരുന്നു, അത് മറന്നോ എന്നറിയാൻ വിളിച്ചതാണ്, അവൾ പറഞ്ഞു. എന്ത് പ്രോമിസ്? റോഡിലെ പണികൾ തീർന്നു കഴിഞ്ഞാൽ ഞാനൊരു ട്രീറ്റ് തരുമെന്ന് പറഞ്ഞത് മറന്നോ? ഇല്ല. ഇന്ന് വൈകുന്നേരം വീട്ടിലേക്ക് വരൂ. അത്താഴം ഇവിടെ നിന്ന് കഴിക്കാം. ശരിയാണ്, അന്ന് സമ്മതിച്ചതാണ്. ഇനി കാലു മാറേണ്ട കാര്യവുമില്ല. എത്ര മണിക്ക് വരണം? അയാൾ ചോദിച്ചു. അറൗണ്ട് 7. ഓക്കെ, വരാം. 8:30 തിരിച്ചു പോകാമല്ലോ. അത് വന്നിട്ട് തീരുമാനിച്ചാൽ മതി. ശരി, സി യു ടുഡേ അറ്റ് 7. അയാൾക്ക് കൂടുതലൊന്നും പറയാൻ അവസരം കൊടുക്കാതെ മരിയ റോസ് കോൾ കട്ട് ചെയ്തു. അടുത്ത് ട്രീസ നിൽക്കുന്നുണ്ടായിരുന്നു. മരിയ അവളെ നോക്കി പുഞ്ചിരിച്ചു. എന്തു പറഞ്ഞു? ട്രീസ ചോദിച്ചു. വരും. 8:30 പോകണമെന്ന് പറഞ്ഞു. വിട്ടെങ്കിലല്ലേ? രണ്ടുപേരും അതോർത്ത് പൊട്ടിച്ചിരിച്ചു. പ്യൂൺ രാഘവൻ ഹാഫ് ഡോർ തുറന്ന് അകത്തേക്ക് കയറി വന്നു. ബുക്കിൽ നിന്ന് പ്രേംശങ്കർ തലയുയർത്തി നോക്കി. എന്താ രാഘവ? സാറിനെ വിളിക്കുന്നു. 2 ദിവസത്തെ ലീവ് കഴിഞ്ഞ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ദിനേശ് പണിക്കർ ഇന്ന് വന്നതേയുള്ളൂ. പ്രേംശങ്കർ എഴുന്നേറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ മുറിയിലേക്ക് ചെന്നു. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. പ്രേംശങ്കർ ഇരിക്കൂ. അയാൾ മേശയുടെ എതിർവശത്തുള്ള കസേരയിലിരുന്നു. ഉച്ചകഴിഞ്ഞ് SC വരുന്നുണ്ട്. ഇന്ന് ഇവിടെയാണ് ക്യാമ്പ്. നാളെ ഇൻസ്പെക്ഷൻ വെച്ചിട്ടുണ്ട്. ഗസ്റ്റ് ഹൗസിൽ ഒരു റൂം അറേഞ്ച് ചെയ്യണം. ചെയ്യാം സർ. വൈഫും മോളും കൂടെയുണ്ട്. നാളെ ഉച്ച കഴിഞ്ഞ് അവർക്ക് ചോറ്റാനിക്കരയിൽ പോകാനാണ് പ്ലാൻ, ദിനേശ് പണിക്കർ പറഞ്ഞു. മറ്റന്നാൾ സൺഡേ ആണല്ലോ. സെക്കൻഡ് ഷോയ്ക്ക് പോകാൻ ഉദ്ദേശമുണ്ടെന്ന് തോന്നുന്നു. മോളുടെ താല്പര്യമായിരിക്കും.
ഇവിടെ ഇപ്പോൾ ഏതൊക്കെ ഫിലിമാണ് ഓടുന്നതെന്ന് ചോദിച്ചു. എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത സംഭവമാണ് സിനിമ. പ്രേം പുഞ്ചിരിച്ചു. ഓഫീസുകാരിൽ ഫിലിമിന് പോകുന്നത് ശരിയല്ലല്ലോ. പ്രേം അവരെ കൊണ്ടുപോകണം, തിരിച്ച് ഗസ്റ്റ് ഹൗസിലാക്കുകയും വേണം. ബുദ്ധിമുട്ട് കാണുകയില്ലല്ലോ. വീട്ടിലിപ്പോൾ തനിച്ചല്ലേ? അതെ സാർ, ഞാൻ കൊണ്ടുപോകാം. പെട്ടെന്നാണ് അയാൾ വേറൊരു കാര്യം ഓർത്തത്. ഇന്ന് ഡിന്നർ കഴിക്കാൻ ചെല്ലാമെന്ന് മരിയ റോസിന് വാക്കുകൊടുത്തതാണ്. ഡിന്നർ നാളത്തേക്ക് മാറ്റിവെക്കാവുന്നതേ ഉള്ളൂ. സൂപ്രണ്ടിങ് എഞ്ചിനീയറുടെ വരവ് മാറ്റാൻ പറ്റുന്നതല്ല. മേലുദ്യോഗസ്ഥർ ഇൻസ്പെക്ഷന് വരുമ്പോൾ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊടുത്ത് അവരെ തൃപ്തരാക്കി വിടുക എന്നത് ഒരു കീഴ്വഴക്കമാണ്. അപ്പോൾ ഫിലിമിൻ്റെ കാര്യം ഒന്ന് നോക്കി വെച്ചേക്ക്, മറക്കണ്ട. ഇല്ല സാർ. പ്രേം പോകാനായി എഴുന്നേറ്റു. എസ്സിയുടെ മോൾ ഏത് ക്ലാസ്സിലാണ് സാർ? അയാൾ പെട്ടെന്ന് ചോദിച്ചു. +2 കഴിഞ്ഞതേ ഉള്ളൂ. സ്കൂൾ ടോപ്പാണ്. കഴിഞ്ഞ എക്സാമിൻ്റെ അന്ന് കണ്ടപ്പോൾ പറഞ്ഞിരുന്നു. ശരി സാർ. അപ്പോൾ വല്ല ന്യൂജൻ സിനിമയുമായിരിക്കും താല്പര്യം, അല്ലെങ്കിൽ ഹിന്ദി. മരിയ റോസിനോട് ക്ഷമാപണം പറയേണ്ടി വരും. സ്വന്തം മുറിയിൽ ചെന്നിരുന്ന ശേഷം അയാൾ മരിയയെ വിളിച്ചു. എന്താ പ്രേം? അവൾ ഉടൻ കോൾ എടുത്തു. ഒരു എക്സ്ക്യൂസ് പറയാൻ വേണ്ടിയാണ് വിളിച്ചത്. നോ എക്സ്ക്യൂസ്. വരാമെന്ന് എന്നോട് സമ്മതിച്ചിട്ട് ഇനി കാലം മാറാൻ പറ്റത്തില്ല, അവൾ തറപ്പിച്ച് പറഞ്ഞു. നിർബന്ധമാണെങ്കിൽ വരാം, പക്ഷേ എനിക്ക് 8 മണിക്ക് തിരിച്ചു പോകേണ്ടി വരും. സെക്കൻഡ് ഷോ 8:30-ക്കാണ് തുടങ്ങുന്നത്. അതിനു മുമ്പ് ഗസ്റ്റ് ഹൗസിൽ ചെന്നാൽ മതി. എന്താ പെട്ടെന്നൊരു ചേഞ്ച്? മരിയ ചോദിച്ചു. സൂപ്രണ്ടിങ് എഞ്ചിനീയറുടെ വരവിനെക്കുറിച്ച് അയാൾ അവളോട് വിശദമായി തന്നെ പറഞ്ഞു. ശരി, തൽക്കാലം ക്ഷമിച്ചിരിക്കുന്നു. നാളെ വന്നാൽ മതി. ഇനി വേറെ എക്സ്ക്യൂസ് പറയരുത്. ഒടുവിൽ അവൾ വഴങ്ങി. പറയില്ല. പ്രോമിസ്? പ്രോമിസ്. ശരി, കോടതി പിരിച്ചുവിട്ടിരിക്കുന്നു, അവൾ പ്രഖ്യാപിച്ചു. അയാൾ ചിരിച്ചു. അവളും. വെക്കല്ലേ, 1 മിനിറ്റ്, അയാൾ പറഞ്ഞു. എന്താണ്? ഇന്നത്തെ പത്രം ഒന്ന് എടുക്കാമോ? അടുത്തുണ്ടെങ്കിൽ. ഉണ്ടല്ലോ, എടുക്കാം. എന്ത് നോക്കാനാണ്? അവൾ ചോദിച്ചു. ഇന്നത്തെ സിനിമയുള്ള പേജ് എടുക്കണം. കള്ള. അപ്പോൾ എന്നെ തഴഞ്ഞ് ഇന്ന് സിനിമയ്ക്ക് പോകാനാണോ ഉദ്ദേശം? അയ്യോ അല്ല, ഞാൻ പറഞ്ഞില്ലേ, സൂപ്രണ്ടിങ് എഞ്ചിനീയർ ഫാമിലിയോടൊപ്പമാണ് വരുന്നത്. അദ്ദേഹത്തിൻ്റെ മകൾക്ക് സിനിമ വലിയ ഇഷ്ടമാണെന്ന് തോന്നുന്നു. ഇപ്പോൾ കളിക്കുന്ന പടങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണ്ടേ? ചെറിയ കുട്ടിയല്ലല്ലോ? മരിയ തിരക്കി. അല്ല, +2 കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ 17 വയസ്സ്. അതിനെയും കൊണ്ടാണോ ഫിലിമിന് പോകുന്നത്? ഞാൻ പോകുന്നില്ല, അവർക്ക് ഫാമിലിയായിട്ട് പോകാനാ. എനിക്ക് അവരെ തിയേറ്ററിൽ കൊണ്ടുചെന്ന് വിടേണ്ടി വന്നേക്കും. അപ്പോൾ അവർ പറയും തിരിച്ചു കൊണ്ടുപോകാനും വരണമല്ലോ. എന്നാൽ പിന്നെ പടം കണ്ടിട്ട് ഒന്നിച്ചു പോകാമെന്ന്. അങ്ങനെ ചിലപ്പോൾ സംഭവിച്ചെന്നിരിക്കും. അതുകൊണ്ടാണ് ഇന്ന് അങ്ങോട്ട് വരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞത്. അതിൽ കുഴപ്പമില്ല, നാളെ വന്നാൽ മതി. പക്ഷെ ഒരു കാര്യം ഓർമ്മ വേണം, ആ പെണ്ണ് അങ്കിൾ അങ്കിൾ എന്നൊക്കെ വിളിച്ച് പിന്നാലെ കൂടും. അകന്ന് നിന്നേക്കണം, അവൾ ഉപദേശിച്ചു. പ്രേം കാണാൻ സുന്ദരനാണ്. ഈ പ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക് പ്രേമിനെ പോലെ സുന്ദരന്മാരെ വലിയ ഇഷ്ടമായിരിക്കും. 17 പറഞ്ഞാൽ നല്ല തരിപ്പുള്ള പ്രായമാണ്. പുതിയ ശരീരമാണ്. പലതും പരീക്ഷിച്ച് നോക്കാൻ കൗതുകമേറും. എന്താ, സൈക്കോളജി പഠിച്ചിട്ടുണ്ടോ? അയാൾ കളിയാക്കി. എന്തിനാ സൈക്കോളജി പഠിക്കുന്നത്? ഞാനും ആ പ്രായമൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ മോനെ. മരിയയ്ക്ക് അന്ന് ഏത് അങ്കിളിനോടാ പ്രേമം തോന്നിയത്? അയാൾ തമാശ മട്ടിൽ ചോദിച്ചു. ഒന്നല്ല, അതിൽ കൂടുതൽ അങ്കിൾമാരുണ്ടായിരുന്നു. ഒരു ദിവസം ഞാൻ പറയാം അതൊക്കെ. ഇപ്പോൾ സിനിമയുടെ പേര് നോക്കാം. ഹോൾഡ് ചെയ്യ്. പ്രേംശങ്കർ ഒരു പേപ്പർ എടുത്തു വെച്ച് പേന തുറന്നു. ടൗണിലുള്ള 5 സിനിമാ തിയേറ്ററിൻ്റെ പേരും അവയിൽ അപ്പോൾ കളിക്കുന്ന പടങ്ങളുടെയും പേരുകൾ അവൾ പറഞ്ഞു കൊടുത്തു. അതെല്ലാം അയാൾ എഴുതിയെടുത്തു. താങ്ക്സ് മരിയ. ഒടുവിൽ അയാൾ പറഞ്ഞു. താങ്ക്സ് മാത്രം പോരാ, പിന്നെ അത് നാളെ കാണുമ്പോൾ ഞാൻ പറയാം. പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവൾ കോൾ കട്ട് ചെയ്തു. ചില സ്ത്രീകൾ ഇങ്ങനെയാണ്, ഇളക്കം കൂടുതലായിരിക്കും, അയാൾ സ്വയം പറഞ്ഞു. പ്രേംശങ്കർ അപ്പോൾ തന്നെ ഗീതാറാണിയെ വിളിച്ചു. PWD ഗസ്റ്റ് ഹൗസിൻ്റെ ചുമതലയുള്ള അസിസ്റ്റൻ്റ് എഞ്ചിനീയറാണ് ഗീതാറാണി. എന്താണ് സാർ? ഉച്ച കഴിഞ്ഞ് എസ്സിയും ഫാമിലിയും വരുന്നുണ്ട്. അവർക്ക് വേണ്ടി ഒരു VIP റൂം ശരിയാക്കി വെക്കണം. ഇപ്പോൾ തന്നെ വാച്ചറെ വിളിച്ച് പറയണം. ശരി സാർ. രാത്രിയിൽ ഫുഡ് വേണോ എന്നറിയില്ല, നേരത്തെ ചോദിച്ചു വെക്കാൻ പറയണം. പറയാം സാർ. ഉച്ച കഴിഞ്ഞ് 2:30 ആയപ്പോൾ അറിയിപ്പ് വന്നു. എസ്സിയും ഫാമിലിയും ഗസ്റ്റ് ഹൗസിലെത്തിയിട്ടുണ്ട്. അദ്ദേഹം അരമണിക്കൂറിനുള്ളിൽ ഓഫീസിലേക്ക് വരും. അരമണിക്കൂർ എടുത്തില്ല. അതിനു മുമ്പേ സൂപ്രണ്ടിങ് എഞ്ചിനീയർ ഔദ്യോഗിക വാഹനത്തിൽ ഓഫീസിലെത്തി. സുമുഖനായ ഒരു 50-കാരനായിരുന്നു ബാലഗോപാൽ. പ്രേംശങ്കറെ അദ്ദേഹത്തിന് ദിനേശ് പണിക്കർ പരിചയപ്പെടുത്തി കൊടുത്തു. ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിൽ വെച്ച് കഴിഞ്ഞ കൊല്ലം ഞാൻ പ്രേംശങ്കറെ കണ്ടതായ ഒരു ഓർമ്മ, ബാലഗോപാൽ പറഞ്ഞു.
ശരിയാണ് സർ, അന്നൊരു കോൺഫറൻസ് ഉണ്ടായിരുന്നു. പ്രേമിന് ഓർമ്മ വന്നു. അവർ അല്പനേരം സംസാരിച്ചിരുന്നു. അത് കഴിഞ്ഞ് പുഴയുടെ കുറുകെ പണിയുന്ന പാലത്തിൻ്റെ സൈറ്റിലേക്ക് പോയി. വൈകുന്നേരം പ്രേംശങ്കർ ഫ്രീ ആണോ? അവിടുന്ന് മടങ്ങുമ്പോൾ ബാലഗോപാൽ ചോദിച്ചു. ഉവ്വോ സർ, വൈഫ് ഒരു റിഫ്രക്ഷൻ കോഴ്സിന് മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ പോയിരിക്കുകയാണ്. ഞാൻ ഒറ്റയ്ക്കാണ് വീട്ടിൽ. വെരി ഗുഡ്. ഇവിടുത്തെ ഹോട്ടലുകളൊന്നും അത്ര പരിചയമില്ല എനിക്ക്. പിന്നെ മോൾക്കൊരു ഫിലിം കാണണമെന്നുണ്ട്. ഞാൻ വരാം സർ. എപ്പോൾ ഫ്രീ ആകുമെന്ന് പറഞ്ഞാൽ മതി. 7 മണിക്ക് വരാൻ പറ്റുമോ? നോ പ്രോബ്ലം സർ. വീട്ടിൽ ചെന്ന് കുളിച്ച് വേഷം മാറിയിട്ട് പ്രേംശങ്കർ ഗസ്റ്റ് ഹൗസിലേക്ക് പോയി. അപ്പോഴേക്ക് അവർ തയ്യാറായി നിൽക്കുന്നുണ്ടായിരുന്നു. വെളുത്ത് മെലിഞ്ഞ ഒരു സ്ത്രീയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ. മകളെ കണ്ടപ്പോൾ അശ്വതിയെയാണ് പ്രേമിന് ഓർമ്മ വന്നത്. അതേ പ്രായം, അതേ ശരീരപുഷ്ടി. അച്ഛൻ്റെ സൗന്ദര്യമാണ് അവൾക്ക് കിട്ടിയിരിക്കുന്നത്. അവരെയും കൊണ്ട് അയാൾ ടൗണിലെ ഏറ്റവും നല്ല വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുപോയി. ഭക്ഷണം ഓർഡർ ചെയ്തിട്ട് കാത്തിരിക്കുമ്പോൾ മകൾ അച്ഛനെ നോക്കി കണ്ണുകൾ കൊണ്ട് എന്തോ പറഞ്ഞു. നീരജ, നീ തന്നെ ചോദിക്ക്, അദ്ദേഹം പറഞ്ഞു. സങ്കോചത്തോടെ നീരജ മുഖം തിരിച്ച് പ്രേംശങ്കറെ ഒന്ന് നോക്കി. അങ്കിൾ, ഇപ്പോൾ ഇവിടെ ഏതൊക്കെ സിനിമകളാണ് ഓടുന്നത്? അവൾ ചോദിച്ചു. കരുതിക്കൊണ്ട് വന്നിരുന്ന കടലാസ് ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്നെടുത്ത് അയാൾ ഓരോന്നായി കൊടുത്തു. പേരുകൾ ഓരോന്നായി അവൾ വായിച്ചു. അവളുടെ മുഖത്ത് സന്തോഷത്തിൻ്റെ പ്രകാശം പരക്കുന്നത് അയാൾ കണ്ടു. 3 പുതിയതാണ്. അതിൽ ഒരെണ്ണം കാണാം, അവൾ പറഞ്ഞു. കൺഫ്യൂഷനായല്ലോ. 3-ൽ 1 കാണാൻ പറ്റൂ, നിരാശാഭാവത്തിൽ ബാലഗോപാൽ പറഞ്ഞു. ഏയ്, അത് പ്രശ്നമല്ല. ഫുഡ് കഴിച്ച് തീരുമ്പോഴേക്കും ഞാനിത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിരിക്കും. പ്രേംശങ്കറിൻ്റെ അടുത്താണ് നീരജ ഇരുന്നിരുന്നത്. അവൾ പിന്നെ വാതോരാതെ അയാളോട് സംസാരിക്കാൻ തുടങ്ങി. അയാൾക്കപ്പോൾ മരിയ റോസ് പറഞ്ഞ കാര്യം ഓർമ്മ വന്നു. സിനിമയ്ക്ക് കൊണ്ടുപോയിട്ട് അവരെ തിരിച്ച് ഗസ്റ്റ് ഹൗസിലാക്കിയ ശേഷമാണ് അയാൾ വീട്ടിലേക്ക് പോയത്. ഉണർന്നിട്ടും എഴുന്നേൽക്കാതെ അശ്വതി കിടന്നു. രാത്രി 12 കഴിയുന്നത് വരെ സുമേഷുമായി ചാറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഉറങ്ങിയത്. മമ്മി രാവിലെ ബ്രേക്ക്ഫാസ്റ്റുമായിട്ട് പ്രേം അങ്കിളുടെ വീട്ടിലേക്ക് പോകാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. പോയാലുടൻ സുമേഷിനെ വിളിക്കും. പുറപ്പെടാൻ തയ്യാറായി നിൽക്കണം. ഇന്നലെ ചാറ്റ് ചെയ്തപ്പോൾ അതൊക്കെ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുണ്ട്. അവസാന നിമിഷത്തിൽ മമ്മിക്ക് മനമാറ്റമുണ്ടായാൽ പദ്ധതി മുഴുവൻ പാളിയും. മനമാറ്റമുണ്ടാകാൻ സാധ്യതയില്ല. മമ്മി പോകും. കാരണം മമ്മിക്ക് പ്രേം അങ്കിളിനോട് ഒരു സീക്രട്ട് അഫക്ഷനുണ്ട്. ഇന്നലെ തന്നെ മട്ടൻ വാങ്ങി കറിയുണ്ടാക്കി വെച്ചത് ഇന്ന് പ്രേം അങ്കിളിന് കൊണ്ടുചെന്ന് കൊടുക്കാനാണല്ലോ. അവൾ എഴുന്നേറ്റ് പല്ല് ബ്രഷ് ചെയ്തിട്ട് സ്റ്റെയർ കേസ് ഇറങ്ങി താഴേക്ക് ചെന്നു. കിച്ചണിൽ കുസുമമുണ്ടായിരുന്നു. നേർമയേറിയ പാലപ്പം ചുട്ടെടുക്കുകയായിരുന്നു അവൾ. നിന്റെ പള്ളി ഉറക്കം കഴിഞ്ഞോ? അവൾ തലതിരിച്ച് അശ്വതിയൊന്ന് നോക്കി. ഇപ്പോഴല്ലേ മമ്മി ഉറങ്ങാൻ പറ്റൂ? കോളേജിൽ ചേർന്ന് കഴിഞ്ഞാൽ മമ്മി സമ്മതിക്കുമോ? മണി 7:30 കഴിഞ്ഞു. 8:30 പ്രേമിന് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുചെന്ന് കൊടുക്കണ്ടേ? അതിന് ഞാനല്ലല്ലോ പോകുന്നത്. ഞാനാ പോകുന്നത്. പക്ഷേ എനിക്കൊന്ന് മേൽ കഴുകണ്ടേ? ഡ്രസ് ചെയ്യണ്ടേ? ഇനി 1 മണിക്കൂറേ ഉള്ളൂ. എന്തിനാ മേൽ കഴുകുന്നേ? ഇന്നലെ രാത്രിയിൽ മമ്മി കുളിച്ചതല്ലേ? അവൾ ചോദിച്ചു. എന്നാൽ രാവിലെ വിയർത്തിട്ടുണ്ട്. ചിലർക്ക് വിയർപ്പിൻ്റെ മണം ഇഷ്ടമാണ് മമ്മി എന്ന് പറഞ്ഞാലോ എന്നവൾക്ക് കുസൃതി തോന്നി. പക്ഷെ പറഞ്ഞില്ല. അപ്പ ചുട്ട് കഴിഞ്ഞില്ലേ? അശ്വതി ചോദിച്ചു. കഴിഞ്ഞ്. ഇത് ലാസ്റ്റാണ്. ഓഫീസിലേക്ക് പോകുന്ന വഴിക്കാ അങ്കിൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നേ. 9 കഴിഞ്ഞേ പോകൂ. അതിനു മുമ്പ് ചെന്നാൽ മതി, അവൾ പറഞ്ഞു. ഇവിടുന്ന് 5 മിനിറ്റ് പോലും വേണ്ടല്ലോ. പ്രേംശങ്കറിന് കൊടുക്കാനുള്ള പാലപ്പവും മട്ടൻ കറിയും 2 ചെറിയ കാസറോളുകളിലാക്കി വിളമ്പിയെടുത്ത് കുസുമം ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി ഡൈനിങ് ടേബിളിൽ വെച്ചു. നിനക്ക് വിശക്കുന്നെങ്കിൽ കഴിച്ചോ മോളെ, ബാത്റൂമിലേക്ക് നടന്നുകൊണ്ട് അവൾ പറഞ്ഞു. ഞാൻ കഴിച്ചോളാം. അശ്വതി അപ്പോൾ തന്നെ സുമേഷിന് മെസ്സേജ് കൊടുത്തു. 1/2 മണിക്കൂറിനകം മമ്മി പോകും. ഞാൻ റെഡിയായി നിൽക്കുവാണ്. അവൻ്റെ മറുപടി വന്നു. ഓക്കെ. 1/2 മണിക്കൂർ എടുത്തില്ല. കുസുമം. അവൾ മേൽ കഴുകി പുതിയ ചുരിദാറും ടോപ്പും ധരിച്ച് ചെറുതായി മേക്കപ്പ് ചെയ്ത് പോകാൻ തയ്യാറായി വന്നു. മമ്മി ഷാൾ എടുത്തില്ല. അശ്വതി പെട്ടെന്ന് ഓർമ്മിപ്പിച്ചു. ഓ, ഇവിടെ വരെ പോയാൽ മതിയല്ലോ. ഇനി ഷാൾ എടുക്കാനൊന്നും സമയമില്ല. എങ്കിൽ പോയിട്ട് വാ. കഴിപ്പിച്ചിട്ടേ പോരാവൂ. അല്ലെങ്കിൽ 1-2 തിന്നിട്ട് എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കും. പിന്നെ കഴിക്കാൻ. രാത്രിയിൽ വേണമെങ്കിൽ കഴിക്കാനുള്ളതും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് മോളെ. മമ്മി മിടുക്കിയാണല്ലോ. പ്രേംശങ്കറിനുള്ള ബ്രേക്ക്ഫാസ്റ്റുമായി കുസുമം അപ്പോൾ തന്നെ സ്കൂട്ടറിൽ പുറപ്പെട്ടു. അടുത്ത നിമിഷത്തിൽ അശ്വതി മൊബൈലെടുത്ത് സുമേഷിനെ വിളിച്ചു. ഞാൻ നിൻ്റെ വീടിനടുത്ത് തന്നെയുണ്ട്. മമ്മി പോകുന്നത് ഞാൻ കണ്ടു. ഇതാ വരുന്നു.
1-2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സുമേഷ് ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറി വന്നു. നീല ജീൻസും പൂക്കളുടെ പ്രിൻ്റുള്ള ഷർട്ടുമായിരുന്നു അവൻ്റെ വേഷം. അവൻ പതിവിലും സുന്ദരനാണെന്ന് അശ്വതിക്ക് തോന്നി. കയറി വാ. അവൾ വാതിൽ തുറന്നു കൊടുത്തു. സുമേഷ് അകത്തേക്ക് കയറി. അവൾ ഉള്ളിൽ നിന്ന് വാതിൽ പൂട്ടി. അവൻ ക്ഷമയില്ലാതെ അവളെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. ധൃതി വയ്ക്കാതെ എൻ്റെ മോനെ. അശ്വതി അവനെയും കൊണ്ട് സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് പോയി. അടുത്ത ഭാഗം നാളെ.